നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. ദുബായ് RTA ബസ് ഓൺ ഡിമാൻഡ് സേവനം വിപുലീകരിക്കുന്നു. ബർഷ, ഹൈറ്റ്സ്, ഊദ് മേത്ത എന്നീ സ്ഥലങ്ങളിൽ ബസ് സേവനം ലഭ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. തിരക്കേറെയുള്ള റൂട്ടുകളിൽ യാത്രക്കാരുടെ ആവശ്യപ്രകാരം ഏർപ്പെടുത്തുന്ന ബസ് ഓൺ ഡിമാൻഡ് സർവീസ് ഇനി ബർഷ ഹൈറ്റ്സ്, ഊദ് മേത്ത എന്നിവിടങ്ങളിൽ ലഭ്യമാകും. നിലവിൽ അൽ ബർഷ, ദുബായ് സിലിക്കൺ ഒയാസിസ്, അക്കാദമിക് സിറ്റി ഉൾപ്പെടെ ദുബായിലെ 10 പ്രധാന ഇടങ്ങളിൽ ബസ് ഓൺ ഡിമാൻഡ് സേവനം ലഭ്യമാണ്. പൊതുജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് പുതിയ മേഖലകളിലും സർവീസ് വ്യാപിപ്പിക്കുന്നത്. പുതിയ മേഖലകളിലേക്ക് നീട്ടാനുള്ള തീരുമാനം ഗതാഗത ശൃംഖലയെ ശക്തിപ്പെടുത്തുന്നതിനും സുപ്രധാന മേഖലകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും സഹായകരമാകുമെന്ന് RTA പൊതുഗതാഗത ഏജൻസിയിലെ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ അദേൽ ഷാക്രി പറഞ്ഞു. ദുബായ് ബസ് ഓൺ ഡിമാൻഡ് എന്ന സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയാണ് യാത്രക്കാർക്ക് ബസ് ബുക്ക് ചെയ്യാനാവുക. 13 സീറ്റുകളുള്ള മിനി ബസ്സാണ് സർവീസ് നടത്തുക. 5 ദിർഹമാണ് ഒരാൾക്ക് നിരക്കായി ഈടാക്കുക. യാത്രക്കാരുടെ ആവശ്യവും സൗകര്യവും അനുസരിച്ച് കൂടുതൽ മേഖലകളിലേക്ക് സേവനം വ്യാപിപ്പിക്കുമെന്നും RTA വ്യക്തമാക്കി. 24 ദുബായ്. റമദാനിൽ അവയവദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിച്ച് UAE ആരോഗ്യ മന്ത്രാലയം വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ച റമദാൻ മജ്ലിസിൽ അവയവദാന പദ്ധതിയായ ഹയാത്തിൽ രജിസ്റ്റർ ചെയ്യാൻ പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു. അവയവദാനത്തിന്റെ പ്രാധാന്യം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നതിനായി കൂടുതൽ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ് UAE ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം. UAE നടപ്പാക്കി വരുന്ന ഹയാത്ത് പദ്ധതിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ ജനങ്ങളിലേക്ക് എത്തിച്ച് അവയവദാന പദ്ധതിയിൽ കൂടുതൽ ആളുകളെ അംഗങ്ങളാക്കുന്നതിനാണ് മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇതിനായി UAE ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം വിവിധയിടങ്ങളിൽ റമദാൻ മജ്ലിസ് സംഘടിപ്പിച്ചു. രോഗികൾക്ക് ഹയാത്ത് പദ്ധതി നൽകുന്ന വലിയ പ്രതീക്ഷയും സമൂഹത്തിൽ ഹയാത്തിന്റെ പങ്കിനെക്കുറിച്ചും അധികൃതർ മജ്ലിസുകളിൽ വിശദീകരിച്ചു. അതോടൊപ്പം അവയവങ്ങൾക്കായി കാത്തിരിക്കുന്ന രോഗികൾക്ക് സാമൂഹിക പിന്തുണ ശക്തിപ്പെടുത്താനും അധികൃതർ അഭ്യർത്ഥിച്ചു. നിലവിൽ 32,700-ലേറെ ആളുകൾ ഹയാത്ത് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം അവസാനത്തോടെ 1216 അവയവമാറ്റ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയതായും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. ദുബായ് ഇൻഫിനിറ്റി പാലത്തിൽ നിന്ന് ഷെയ്ഖ് റാഷദ് റോഡിന്റെയും ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റിന്റെയും ഇന്റർസെക്ഷനിലേക്കുള്ള സുപ്രധാന പാലം ദുബായ് RTA ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 1210 മീറ്റർ നീളമുള്ള ഈ പാലത്തിലൂടെ 4800 വാഹനങ്ങൾക്ക് കടന്നു പോകാനാകും. അൽ ഷിൻഡഗ കോറിഡോർ വികസന പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ പാലം തുറന്നത്. ശേഷിക്കുന്ന 2 പാലങ്ങൾ ഈ വർഷം അവസാനത്തോടെ തുറക്കുമെന്നും അധികൃതർ അറിയിച്ചു. റിയാദിൽ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഇഫ്താർ വിരുന്നൊരുക്കി ഗൾഫ് മലയാളി ഫെഡറേഷൻ. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 100-ലധികം തൊഴിലാളികൾ നോമ്പ് തുറയുടെ ഭാഗമായി. ഭക്ഷ്യസമൃദ്ധി നിറഞ്ഞൊഴുകുന്ന ആർഭാടകരമായ ഇഫ്താർ വിരുന്നുകൾക്കിടയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു നോമ്പുതുറ പരിപാടിയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. പരിമിതമായ സൗകര്യങ്ങളിൽ ജീവിക്കുന്ന പാവപ്പെട്ട ഒരു പറ്റം തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു ഗൾഫ് മലയാളി ഫെഡറേഷൻ റിയാദ് ചാപ്റ്റർ ഇത്തവണ നടത്തിയ ഇഫ്താർ വിരുന്ന്. നഗരത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന കൃഷിയിടങ്ങളിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ട തൊഴിലാളികളായിരുന്നു അതിഥികൾ. हम लोग यहाँ 30 साल से काम करता है और बहुत अच्छा सा प्रोग्राम अच्छा हुआ, अच्छा फैशन हुआ, बहुत खाना पीना, केला उला बहुत मिला, बिरयानी बहुत खाना अच्छा मिला. आज हम लोग को अभी कभी नहीं मिला था इधर, आज बहुत अच्छा से मिला है, हम लोग बहुत खाया आज. കന്നുകാലികളെ മേച്ചും കൃഷിപ്പണികൾ ചെയ്തും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന തൊഴിലാളികളാണ് ഇവർ. ഇന്ത്യക്കാർക്ക് പുറമെ യമൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഈജിപ്ത്, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും ഇക്കൂട്ടത്തിലുണ്ട്. റിയാദ് പൊതുസമൂഹത്തിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾക്കൊപ്പം ചേർന്നിരുന്നുകൊണ്ടാണ് ഇവർ നോമ്പുതുറ വിഭവങ്ങളുടെ പുതുരുചി നുകർന്നത്. കണ്ണിന് കുളിർമയേകുന്ന പച്ചപ്പിലും മനസ്സിൽ പ്രാരാബ്ധങ്ങളുടെ പൊള്ളുന്ന ചൂടുമായി കഴിയുന്ന ഇവർക്ക് ഏറെ സാന്ത്വനം പകരുന്നതായിരുന്നു ഈ ചേർത്തുപിടിക്കൽ. പ്രത്യേകത ഇതിനുള്ളത് സാധാരണ വലിയ ഹോട്ടലുകളിലും ഹാളുകളിലും അല്ലെങ്കിൽ മോളുകളിലും ഒക്കെയാണ് സാധാരണ ഈ നഗരത്തിൽ ഇഫ്താർ ആഘോഷിക്കാറുള്ളത്. പക്ഷേ ഇവിടെ അവരുടെ ഇടയ്ക്ക് തൊഴിലാളികൾക്ക് ഇടയിലേക്ക് ചെന്ന് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അവരുടെ സ്ഥലത്ത് കൊണ്ടുകൊടുത്ത്, അവരുടെ താമസ സ്ഥലത്ത് കൊണ്ടുകൊടുത്ത് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് പിരിയുന്ന അതിമനോഹരമായ ഒരു നിമിഷമായിരുന്നു ഇന്ന് സായാഹ്നത്തിൽ ഇവിടെ സംഭവിച്ചത്. ഗൾഫ് മലയാളി ഫെഡറേഷൻ സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിന് ചെയർമാൻ റാഫി പാങ്ങോട്, റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാജി മഠത്തിൽ, സൗദി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുൽ അസീസ് പവിത്ര, മീഡിയ കോർഡിനേറ്റർ ജയൻ കൊടുങ്ങല്ലൂർ,
സെക്രട്ടറി ടോം ചാമക്കാലയിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രമുഖ വിദ്യാഭ്യാസ പ്രവർത്തകൻ ഡോക്ടർ ജയചന്ദ്രൻ, ഫോർക്ക ചെയർമാൻ റഹ്മാൻ മുനമ്പത്ത്, അലക്സ് കൊട്ടാരക്കര എന്നിവർ ഉൾപ്പെടെ റിയാദിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും പരിപാടിയിൽ പങ്കുചേർന്നു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്. അടൂർ NRI ഫോറം കുവൈറ്റ് ചാപ്റ്റർ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് KC ബിജു അധ്യക്ഷനായിരുന്ന സംഗമം ഫാദർ ജോമോൻ ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. സമീർ മുഹമ്മദ് കോക്കൂർ റമദാൻ സന്ദേശവും വിബീഷ് തിക്കോടി മതസൗഹാർദ്ദ സന്ദേശവും നൽകി. ജനറൽ സെക്രട്ടറി റോയി പാപ്പച്ചൻ, ബിനു ജോണി തുടങ്ങിയവർ പങ്കെടുത്തു. പരിശുദ്ധ റമദാൻ സഹനത്തിന്റെയും കാരുണ്യത്തിന്റെയും കാലമെന്ന് ബെന്നി ബെഹ്നാൻ MP. ദുബായിൽ ഉമ്മൻചാണ്ടി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഇഫ്താർ സംഗമത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ സംസാരിക്കുകയായിരുന്നു ബെന്നി ബെഹ്നാൻ. ഉമ്മൻചാണ്ടി കൾച്ചറൽ ഫോറം ചെയർമാൻ നദീർ കാപ്പാട് അധ്യക്ഷനായിരുന്നു. ഉമ്മൻചാണ്ടി കൾച്ചറൽ ഫോറത്തിന് കീഴിലുള്ള പ്രഥമ ജീവകാരുണ്യ പുരസ്കാരം സിറാജുദ്ദീൻ മുസ്തഫ ഏറ്റുവാങ്ങി. മനാമ സെൻട്രൽ മാർക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ ശ്രദ്ധേയമായി. ആയിരങ്ങളാണ് ഇഫ്താറിൽ പങ്കെടുത്തത്. മനാമ സെൻട്രൽ മാർക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച മെഗാ ഇഫ്താർ സംഗമത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. MM മീഡിയ കമ്പനിയുടെയും ടൈംസ് ഓഫ് ബഹ്റൈൻ മീഡിയ ഗ്രൂപ്പിന്റെയും സഹകരണത്തോടെ നടന്ന MCMA മെഗാ ഇഫ്താർ പരിപാടി ബഹ്റൈൻ പാർലമെന്റ് സെക്കൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ അഹമ്മദ് അബ്ദുൽ വാഹിദ് ഖറാത്തയുടെ രക്ഷാകർതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത്. I want to thank especially the people for the central market who arrange this iftar. I think is the biggest iftar in Bahrain, not in Manama only. മെഗാ ഇഫ്താറിൽ ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ അഭ്യർത്ഥനകളുടെയും അന്വേഷണങ്ങളുടെയും തലവൻ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽ ഖലീഫ, ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ ജനാഹി, BCCI ബോർഡ് അംഗം സൌസാൻ അബുൽ ഹസൻ മുഹമ്മദ് ഇബ്രാഹിം, ക്യാപിറ്റൽ മുനിസിപ്പൽ കൌൺസിൽ അംഗം ഡോക്ടർ അബ്ദുൽ ഹസൻ അൽ ദൈരി, മനാമ ഹിന്ദു ക്ഷേത്ര തലവൻ ശാസ്ത്രി വിജയകുമാർ ബാലകൃഷ്ണ മുഖിയ തുടങ്ങി ജാതിമത ഭേദമന്യേ ബഹ്റൈനിലെ സ്വദേശി വിദേശി പ്രമുഖർ പങ്കെടുത്തു. ഇഫ്താർ കമ്മിറ്റി ജനറൽ കൺവീനർ റിയാസ് MMSC സ്വാഗതവും ഇഫ്താർ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സലാം മമ്പാട്ടുമുല്ല അധ്യക്ഷതയും വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി അനീസ് ബാബു ആശംസകൾ നേരുകയും ട്രഷറർ ലത്തീഫ് മരക്കാട്ട് നന്ദിയും രേഖപ്പെടുത്തി. നിങ്ങൾ എല്ലാവരെയും ഒന്നടങ്കം വിവിധ സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരൊക്കെ ഫ്രണ്ടിലും സദസ്സിലും ഒക്കെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരെയും മൊത്തകണ്ഠം സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ സയ്യിദ് ഫക്രുദ്ദീൻ പൂക്കായ തങ്ങൾ റമദാൻ സന്ദേശം നൽകി. തുടർന്നും സമാനമായ സംരംഭങ്ങളിലൂടെ സമൂഹത്തെ സേവിക്കുന്നത് തുടരാൻ ആഗ്രഹിക്കുന്നതായി MCMA ബഹ്റൈൻ ഭാരവാഹികൾ പറഞ്ഞു. 24 ബഹ്റൈൻ. കുവൈറ്റ് വയനാട് അസോസിയേഷൻ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് ജിനീഷ് ജോസ് അധ്യക്ഷനായ ചടങ്ങിൽ മുസ്തഫ ഹംസ ഉദ്ഘാടനം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകൻ അൻവർ സയ്യിദ് മുഖ്യപ്രഭാഷണം നടത്തി. ബാബുജി ബത്തേരി, അയ്യൂബ് കച്ചേരി, വനിതാ വേദി കൺവീനർ ഷീജ സജി തുടങ്ങിയവർ പങ്കെടുത്തു. KMCC ദമാം സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച 5ാമത് ഖുർആൻ പാരായണ മത്സരത്തിന് ഉജ്ജ്വല സമാപനം. 300ഓളം മത്സരാർത്ഥികളിൽ നിന്നും ഓഡിഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 72 പേരാണ് ഗ്രാൻഡ് ഫിനാലെയിൽ മാറ്റുരച്ചത്. പരിശുദ്ധ റമദാൻ മാസത്തിൽ 5ാം തവണയും ഖുർആൻ പാരായണ മത്സരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞ സന്തോഷ നിറവിലാണ് KMCC ദമാം സെൻട്രൽ കമ്മിറ്റി പ്രവർത്തകർ. 30ഓളം മത്സരാർത്ഥികളിൽ നിന്നും ഓഡിഷനിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട 72 പേരാണ് 7 വിഭാഗങ്ങളിലായി ഖുർആൻ മുസാബഖയുടെ സീസൺ 6 ഗ്രാൻഡ് ഫിനാലെയിൽ മാറ്റുരച്ചത്. ദമാം ഫൈസലിയിലെ മിലാനോ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഖുർആൻ മുസാബഖ ചെയർമാൻ ബഷീർ ബാക്കവി ഉദ്ഘാടനം ചെയ്തു. സബ് ജൂനിയർ, ജൂനിയർ ബോയ്സ്, ജൂനിയർ ഗേൾസ്, സീനിയർ ബോയ്സ്, സീനിയർ ഗേൾസ്, ജനറൽ വിഭാഗം എന്നിങ്ങനെ 7 വിഭാഗങ്ങളിലായിരുന്നു മത്സരങ്ങൾ. 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ വിജയികൾക്ക് സ്വർണ്ണ നാണയവും സർട്ടിഫിക്കറ്റും സമ്മാനിച്ചു. പ്രസിഡന്റ് ഹമീദ് വടകരയുടെ അധ്യക്ഷതയിൽ കൂടിയ സമാപന സമ്മേളനം KMCC കിഴക്കൻ പ്രവിശ്യ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി കോഡൂർ ഉദ്ഘാടനം ചെയ്തു. മുനീർ ഹുദവി വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ആക്ടിംഗ് പ്രസിഡന്റ് ഖാദർ അണങ്ങൂർ, പ്രോഗ്രാം ജനറൽ കൺവീനർ മഹ്മൂദ് പൂക്കാട്, സൈനു കുമളി, ഷിബിലി ആലിക്കൽ, അഫ്സൽ വടക്കേക്കാട്, സലാം മുയ്യം, ഷൗക്കത്ത് അടിവാരം, കോർഡിനേറ്റർ ജൗഹർ കുനിയിൽ, ഫൈസൽ ഇരിക്കു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. നൌഷാദ് MVയുടെ ഖുർആൻ പാരായണത്തോടെ തുടങ്ങിയ പരിപാടിയിൽ ജനറൽ സെക്രട്ടറി മുജീബ് കൊളത്തൂർ സ്വാഗതവും ട്രഷറർ അസ്ലം കൊളക്കോടൻ നന്ദിയും പറഞ്ഞു. ഖുർആൻ മുസാബക്ക് ശേഷം നടന്ന ഇഫ്താറിലും സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേർ പങ്കാളികളായി. സുബൈറുദ്ദീൻ, 24 ദമാം.
മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ കാർഗോ സ്ഥാപനമായ എം ഗ്രൂപ്പിന് കീഴിലെ 123 കാർഗോയുടെ പുതിയ ബ്രാഞ്ച് റാസൽ ഖൈമയിലെ അൽ നഖീലിൽ ആരംഭിച്ചു. പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്തു. റാസൽ ഖൈമയിലെ നഖീലിലാണ് കാർഗോ സേവന രംഗത്ത് കഴിഞ്ഞ 27 വർഷമായി ശ്രദ്ധേയ സാന്നിധ്യമായ എം ഗ്രൂപ്പിന് കീഴിലുള്ള 123 കാർഗോയുടെ പുതിയ ബ്രാഞ്ച് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പലിന്റെ സാന്നിധ്യത്തിൽ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പാണക്കാട് സയ്യിദ് അസീൽ അലി ശിഹാബ് തങ്ങൾ, പ്രമുഖ വാഗ്മിയും പണ്ഡിതനുമായ സിംസാറുൽ ഹക്ക് ഹുദവി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. 123 കാർഗോയുടെ റാസൽ ഖൈമയിലെ ആദ്യ ബ്രാഞ്ചാണ് ഇതെന്നും റാസൽ ഖൈമയിൽ 123 കാർഗോയ്ക്ക് വേറെ ബ്രാഞ്ചുകൾ ഇല്ല എന്നും എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിൽ അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സീ കാർഗോ കിലോയ്ക്ക് 3.90 ദിർഹത്തിനും എയർ കാർഗോ കിലോയ്ക്ക് 9.90 ദിർഹത്തിനുമാണ് ആദ്യത്തെ ഒരു മാസം ഈടാക്കുക. അതോടൊപ്പം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യമെത്തുന്ന 123 ആളുകൾക്ക് കുറഞ്ഞ നിരക്കിൽ കാർഗോ അയക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നല്ല ഒട്ടനവധി ഓഫറുകളാണ് പ്രവാസികൾക്ക് കൊടുക്കുന്നത്. ആദ്യം വരുന്ന പേര് പോലെ തന്നെ 183 പേർക്ക് 1 കിലോ 290 2.90 നാട്ടിലേക്ക് സീ കാർഗോ സർവീസ് അയക്കാൻ പറ്റും. കൂടാതെ എയർ കാർഗോ എക്സ്പ്രസ്, ഇപ്പോൾ ഇനി പെരുന്നാളൊക്കെയാണ് വരുന്നത്, ഒരുപാട് ആൾക്കാർക്ക് കാർഗോ അയക്കാൻ പറ്റിയൊരു അവസരം കൂടിയാണ്. വെറും 990, അതും 5 ദിവസം കൊണ്ട് 990 5 ദിവസം കൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് സാധനത്തിച്ച് കൊടുത്തരും ചെയ്യും. എം ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ UAE മാർക്കറ്റിൽ തന്നെ 28 വർഷം പിന്നിട്ടു. ഇത് ഞങ്ങളുടെ ജൈത്രയാത്രയ്ക്ക് മെയിനായിട്ട് ഞങ്ങൾ പറയേണ്ടത് ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സപ്പോർട്ടാണ്. പിന്നെ ഞങ്ങൾക്ക് എടുത്തു പറയേണ്ടത് നമ്മളെ CEO, അതായത് നമ്മളെ MD മുനീർ കാവുങ്ങൽ പറമ്പിൽ, അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ ഇടപെടൽ കൂടിയാണ്. കാരണം ഒരു കാർഗോനെ സംബന്ധിച്ചിടത്തോളം ഒരു ബോക്സ് എടുത്തത് മുതൽ ആ സാധനം അവരെ വീട്ടിലെത്തുന്നത് വരെ അദ്ദേഹത്തിൻ്റെ ഒരു പിന്താങ്ങും അതിൻ്റെ ബാക്കിലുണ്ട്. എം ഗ്രൂപ്പിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായുള്ള പദ്ധതികൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും കൂടുതൽ ബ്രാഞ്ചുകൾ ആരംഭിക്കുമെന്നും എം ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു. 24 ദുബായ്. ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ മക്കയിൽ പ്രവർത്തനം തുടങ്ങി. മക്കയിലെ രണ്ടാമത്തെ ശാഖയാണിത്. സൗദി അറേബ്യയിലടക്കം GCCയിൽ 3 വർഷത്തിനകം 45-ലേറെ സ്റ്റോറുകൾ തുറക്കുമെന്ന് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷറഫ് അലി MA പറഞ്ഞു. വിശുദ്ധ നഗരമായ മക്കയിലെ റുസൈഫയിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ പുതിയ ശാഖ പ്രവർത്തിക്കുന്നത്. ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫ് അലി, ലുലു സൗദി ഡയറക്ടർ ഷഹീം മുഹമ്മദ് എന്നിവരുടെ സാന്നിധ്യത്തിൽ മക്ക ചേംബർ സെക്രട്ടറി ജനറൽ അബ്ദുള്ള ഹനീഫ്, റുസൈഫ മേയർ ഫഹദ് അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് പുതിയ ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മക്കയിൽ സാന്നിധ്യം വിപുലീകരിക്കുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സൗദി അറേബ്യയുടെ വിഷൻ 2030 കരുത്തേകുന്ന കൂടുതൽ പദ്ധതികളും കൂടുതൽ തൊഴിലവസരങ്ങളും യാഥാർത്ഥ്യമാക്കുമെന്നും MA അഷ്റഫ് അലി പറഞ്ഞു. ഇത് ഇവിടുത്തെ റെസിഡൻസിനും വിശിഷ്യ പിൽഗ്രിമേജസിനും വരുന്ന ആൾക്കാർക്കും വളരെയധികം ഉപകാരപ്രദമായ ഒരു രീതിയിലാണ് ഇതിനെ ഞങ്ങൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. 67ാമത്തെ ഔട്ട്ലെറ്റാണ് സൗദി അറേബ്യ. ഞങ്ങൾ വേൾഡ് വൈഡ് ആയിട്ടുള്ളത് 254ാമത്തെ GCCയിലെ ഔട്ട്ലെറ്റാണ്. ഇനിയും ഏകദേശം ഒരു 13-14 പ്രൊജക്റ്റുകളോളം ഡിഫറെൻറ്റ് റീജിയനിലെ ജിദ്ദ റീജിയനിലെ 7-ഉം റിയാദ് റീജിയനിൽ 3-ഉം ദമാം റീജിയനിൽ 3-ഉം ഔട്ട്ലെറ്റുകൾ ഇനിയും ഞങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനുണ്ട്. വിത്തിൻ 6 to 8 months ഓഫ് പീരീഡ് ഓഫ് ടൈമിൽ ഇത് ഞങ്ങൾ ഓപ്പൺ ചെയ്യപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ വീണ്ടും 10 പ്രൊജക്റ്റുകൾ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ പൈപ്പ് ലൈനിലുണ്ട്. GCCയിൽ 3 വർഷത്തിനകം പുതിയ 45-ലേറെ സ്റ്റോറുകൾ കൂടി തുറക്കുമെന്നും MA അഷ്റഫ് അലി പറഞ്ഞു. 2 ലക്ഷത്തോളം ചതുരശ്ര അടി വിശാലതയുള്ള പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ അവശ്യ സാധനങ്ങൾ, ഫ്രഷ് ഫുഡ്, ഗ്രോസറി ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരമുണ്ട്. കൂടാതെ വിപുലമായ വസ്ത്രശേഖരവുമായി ലുലു ഫാഷൻ സ്റ്റോർ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി ലുലു കണക്ട് എന്നിവയും ഉപഭോക്താക്കൾക്ക് മികച്ച ഷോപ്പിംഗ് അനുഭവമാണ് സമ്മാനിക്കുക. ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറുകൾക്ക് പുറമെ കുറഞ്ഞ നിരക്കിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്ന ലോഡ് സ്റ്റോറും പുതിയ ശാഖയിൽ തുറക്കും. 72 ചതുരശ്ര അടിയുള്ള ഡൈനിങ് ഏരിയയും 6 സെൽഫ് ചെക്ക്ഔട്ട് കൗണ്ടറുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ രാവിലെ 8 മുതൽ പുലർച്ചെ 1 മണിവരെയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ പുലർച്ചെ 2 മണിവരെയുമാണ് പ്രവൃത്തി സമയം. ലുലു സൗദി ബിസിനസ് ഡെവലപ്മെന്റ് ഡയറക്ടർ റഫീഖ് മുഹമ്മദ് അലി, ലുലു സൗദി വെസ്റ്റേൺ റീജിയണൽ ഡയറക്ടർ നൌഷാദ് MA തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മക്കയിൽ നിന്നും ജലീൽ കണമകലം, 24. ഹൃദയാഘാതത്തെ തുടർന്ന് കുവൈറ്റിൽ മലയാളി മരിച്ചു. തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശി മനീഷ് മനോഹരനാണ് മരിച്ചത്. 28 വയസ്സായിരുന്നു. കുവൈറ്റ് മാംഗോ ഹൈപ്പറിൽ ജീവനക്കാരനായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു. BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റു. കേരളത്തിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ പ്രഖ്യാപനം നടത്തി. BJPയെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.
തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് രാജീവ് ചന്ദ്രശേഖറിനെ സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചത്. ഏകകണ്ഠമായാണ് അധ്യക്ഷനെ തെരഞ്ഞെടുത്തതെന്നും കേരളത്തിൽ BJP വലിയ മുന്നേറ്റം നടത്തുമെന്നും സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി. പദവിയിൽ അഭിമാനമെന്ന ചുമതല ഏറ്റെടുത്ത ശേഷം രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളമാണ് ലക്ഷ്യമെന്നും BJPയെ അധികാരത്തിലെത്തിച്ചേ മടങ്ങൂ എന്നും പ്രഖ്യാപനം. നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും നിങ്ങളെല്ലാവരും തന്ന ദൗത്യം അധികാരത്തിൽ കൊണ്ടുവരാൻ BJP NDAനെ അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്റെ ദൗത്യം. ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ. രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് വലിയ മാറ്റമുണ്ടാക്കുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. കേരളം BJPക്ക് ബാലികേറാമലയല്ലെന്ന് അധ്യക്ഷ സ്ഥാനമൊഴിഞ്ഞ K. സുരേന്ദ്രനും പറഞ്ഞു. നമ്മൾ കേരളം മൊത്തം ഭാരതത്തിന് വേണ്ടി, ശ്രീ നരേന്ദ്രമോദിക്ക് വേണ്ടി, അമിത്ഷാജിക്ക് വേണ്ടി, നിർമ്മല സീതാരാമന് വേണ്ടി, ശ്രീ രാജ്നാഥ് സിംഗിന് വേണ്ടി നമ്മൾ കേരളം മൊത്തം ഇങ്ങെടുക്കുവാൻ പോവുകയാണെന്ന് ആഞ്ഞടിച്ച് പ്രഖ്യാപിക്കണം. ഈ നിമിഷം ആ ഊർജം കൊണ്ട് നമുക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും സാധിക്കണം. കേരളം BJPക്ക് ബാലികേറ മലയാണെന്നാണ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീതി. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇത് ബാലികേറ മലയല്ല, ഇവിടെയും കേരളത്തിലും BJPക്ക് സ്ഥാനമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞ 10 വർഷത്തെ 15 വർഷത്തെ നമ്മുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതേസമയം പുതിയ നായകനൊപ്പം കോർ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലും അഴിച്ചുപണി വരും. ജില്ലാ സംസ്ഥാന ഭാരവാഹിത്വത്തിൽ സീനിയർ നേതാക്കൾക്കൊപ്പം യുവജനങ്ങൾക്കും കൂടുതൽ പ്രാതിനിധ്യം ലഭിക്കും. മുതിർന്ന നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ, V. മുരളീധരൻ, K. സുരേന്ദ്രൻ എന്നിവരുടെ പദവി ദേശീയ നേതൃത്വം തീരുമാനിക്കും. ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യാൻ ജൂണോടെ പുതിയ സംഘടനാ സെക്രട്ടറിയെ നിയോഗിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലെ ആദ്യ വെല്ലുവിളി. S. ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. ഔദ്യോഗിക വസതിയിൽ കെട്ടുകണക്കിന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാൻ സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ശുപാർശ കേന്ദ്ര സർക്കാരിന് കൈമാറി. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ജുഡീഷ്യൽ ചുമതലകൾ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പിൻവലിച്ചു. യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്നും CBI ED അന്വേഷണം വേണമെന്നും അലഹബാദ് ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. യശ്വന്ത് വർമ്മയുടെ ജുഡീഷ്യൽ ചുമതലകൾ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പിൻവലിച്ചതിന് പിന്നാലെയാണ് അസാധാരണ നടപടി. യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റാനുള്ള ശുപാർശ കൊളീജിയം കേന്ദ്ര സർക്കാരിന് അയച്ചു. സ്ഥലം മാറ്റാൻ തീരുമാനമെടുത്തിട്ടില്ല എന്നായിരുന്നു അനൗപചാരിക വാർത്താക്കുറിപ്പിൽ സുപ്രീം കോടതി അറിയിച്ചിരുന്നത്. അതേസമയം സ്ഥലം മാറ്റത്തിനെതിരെ അലഹബാദ് ഹൈക്കോടതി ബാർ അസോസിയേഷൻ പ്രതിഷേധിച്ചു. ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണം എന്നാണ് ആവശ്യം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച 3-അംഗ സമിതി അന്വേഷണ നടപടികൾ ആരംഭിച്ചു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മ സമീപകാലത്ത് പരിഗണിച്ച കേസ് വിവരങ്ങളും അന്വേഷണ സംഘം പരിശോധിക്കും. ഇതിനായി കേസുകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘം തേടി. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും നോട്ടീസ് നൽകിയെങ്കിലും പരിഗണിച്ചില്ല. 24, ഡൽഹി. ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയായി നാളെ വാഴിക്കും. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ അച്ചാനി സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടക്കുന്ന ചടങ്ങിന് ആഗമാന സുറിയാനി സഭയുടെ തലവൻ ഇഗ്നാത്തിയോസ് അപ്രീം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവയാണ് നേതൃത്വം നൽകുക. വാഴിക്കൽ ചടങ്ങിന്റെ തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ബെയ്റൂട്ടിൽ നിന്ന് ടീം 24 സജ്ജമാണ്. ഉയർന്നു വന്ന വിമർശനങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് പുതിയ കാതോലിക്ക ബാവയെ വാഴിക്കാനൊരുങ്ങുകയാണ് യാക്കോബായ സുറിയാനി സഭ. ആഗമാന സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഇഗ്നാത്യോസ് അപ്രേം രണ്ടാമൻ മുഖ്യ കാർമ്മികത്വം വഹിക്കുമ്പോൾ ദേവദാരുക്കളുടെ നാടായ ലബനോനും ആ ചരിത്ര മുഹൂർത്തത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ നിന്നും 400-ലധികം പേരാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ബെയ്റൂട്ടിലെത്തിയത്. സഭാചരിത്രത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുന്നവരിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുണ്ട്. വൈകുന്നേരം ലബനോൻ സമയം 5 മണിക്കാണ് കാതോലിക്ക വാഴ്ച ചടങ്ങുകൾ നടക്കുന്നത്. അത് ഏകദേശം ഒരു 2 മണിക്കൂർ സമയത്തോളം ശുശ്രൂഷകൾ ഉണ്ടാകും. അതിൽ പ്രധാനമായിട്ടും യാക്കോബായ സുറിയാനി സഭയുടെ നാട്ടിൽ നിന്നുള്ളതായ എല്ലാ ബിഷപ്സും തന്നെ അതിനകത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ എല്ലാ മെത്രാപ്പോലിത്തമാരും ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. കേരളത്തിന് പുറമെ അമേരിക്ക, കാനഡ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നെത്തിയവരും ഏറെ. കാലം ചെയ്ത ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ പിൻഗാമിയായാണ് ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയസിനെ കാതോലിക്ക സ്ഥാനത്തേക്ക് വാഴിക്കുന്നത്.
ഈ കാണുന്ന സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ വെച്ചാണ് യാക്കോബായ സഭയുടെ പുതിയ കാതോലിക്കയെ പാത്രിയർക്കീസ് ബാവ വാഴിക്കുന്നത്. ചടങ്ങിൽ വിവിധ ക്രൈസ്തവ സഭയുടെ മേലധ്യക്ഷന്മാരും മെത്രാപ്പൊലിത്തന്മാരും പങ്കെടുക്കും. പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കാളികളാകും. അച്ചാനയിലെ പാത്രിയർക്ക അരമനയിൽ നിന്നും ഗീസ് പീറ്റർ, 24. SKN40 കേരള യാത്രയുടെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം പൂർത്തിയായി. ജില്ലയിലുടനീളം ഊഷ്മള സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിച്ചത്. ലഹരി വിരുദ്ധ സന്ദേശം ഉറപ്പിച്ച് യാത്ര കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ചു. മാവേലിക്കരയിൽ നിന്ന് ആരംഭിച്ച പര്യടനം തുറവൂരിൽ സമാപിച്ചപ്പോൾ ലഹരി വിരുദ്ധ സന്ദേശയാത്രയുടെ ഭാഗമായത് ആയിരക്കണക്കിന് ആളുകൾ. പുന്നമടക്കായലിൽ നിന്നാണ് രണ്ടാം ദിവസത്തെ യാത്ര തുടങ്ങിയത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും പൊതുജനങ്ങളും യാത്രയ്ക്ക് ഹൃദ്യമായ സ്വീകരണം നൽകി. സ്കൂളുകളിൽ നമ്മൾ അതിൻ്റെ സൈക്കോളജിക്കലായിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ കുട്ടികളിൽ മിക്കവരും അവരുടെ ഒരു ഫ്രസ്ട്രേറ്റഡ് മൈൻഡ് കാരണമാണ് ഇത് ഉണ്ടാകുന്നുള്ളതാണ് പൊതുവെ ഇപ്പോൾ വിലയിരുത്തി വരുന്നത്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ പടർന്നു പിടിക്കുന്ന ലഹരി എന്ന വിപത്തിനെതിരെ ഇടറാത്ത ശബ്ദമാണ് ആലപ്പുഴ ജില്ലയിൽ SKN40 കേരള യാത്ര പകർന്നു നൽകിയത്. തുറവൂർ തൈക്കാട്ടുശ്ശേരി പാർക്കിൽ നടന്ന സമാപന സമ്മേളനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കാളികളായി. നമ്മൾ ഒന്നിച്ചൊരു കടൽ പോലെ, ഒന്നിച്ചൊരു അലകടൽ പോലെ, ഒരു ജനസാഗരം പോലെ നമ്മൾ ഒഴുകി നമ്മുടെ നാട്ടിലെ സമാധാനം കെടുത്തുന്നവൻ്റെ മുഖം നമ്മൾ നോക്കില്ല എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ സർക്കാരിനും പൊതുജനങ്ങൾക്കും പ്രതിപക്ഷത്തിനും എല്ലാം കക്ഷി രാഷ്ട്രീയം നോക്കാതെ ഇക്കാര്യത്തിൽ ഇടപെട്ടേ മതിയാകൂ. സമാപന സമ്മേളനത്തോടെ കേരള യാത്ര കോട്ടയം ജില്ലയിലേക്ക് പ്രവേശിച്ചു. വൈക്കത്ത് നിന്ന് ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയോടെ കോട്ടയം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് 2 ദിവസം നീണ്ടു നിൽക്കുന്ന പര്യടനത്തിന് തുടക്കമാകും. 24 ആലപ്പുഴ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി വീട് നിർമ്മിക്കാൻ DYFI സമാഹരിച്ച തുക മുഖ്യമന്ത്രിക്ക് കൈമാറി. 100 വീട് നിർമ്മിക്കുന്നതിനുള്ള 20 കോടി രൂപയും ധാരണാപത്രവുമാണ് കൈമാറിയത്. ദുരന്തമുണ്ടായ സമയത്ത് കേന്ദ്ര സർക്കാർ സഹായം നൽകിയില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ 25 വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നായിരുന്നു DYFIയുടെ ആദ്യ പ്രഖ്യാപനം. എന്നാൽ സംസ്ഥാനത്തുടനീളമുള്ള യുവാക്കളുടെ പരിശ്രമത്തിൽ ലഭിച്ചത് 100 വീടുകൾ നിർമ്മിക്കാനുള്ള തുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ തുകയും ധാരണാപത്രവും മുഖ്യമന്ത്രിക്ക് കൈമാറി. മുണ്ടക്കൈ ചൂരൽമല രക്ഷാപ്രവർത്തനത്തിലും പുനരധിവാസത്തിലും DYFI നടത്തിയ മാതൃകാപരമായ ഇടപെടലിന് മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം. എല്ലാ സന്ദർഭങ്ങളിലും മാതൃകാപരമായി ഇടപെട്ട യുവജന സംഘടനകളുണ്ട്. അതിൽ DYFI പ്രത്യേക പരാമർശം അർഹിക്കുന്ന സംഘടന തന്നെയാണ്. DYFIയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ സഹകരിച്ച മറ്റ് പുരോഗമന യുവജന സംഘടനകളുമുണ്ട് എന്നതും നമുക്കെല്ലാം അറിയാവുന്നതാണ്. ചുരുക്കത്തിൽ വലിയ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇടപെടാൻ തയ്യാറാകുന്ന യുവജനങ്ങളെ ഒരുക്കാനും അതിന് നേതൃത്വം നൽകാനും DYFIക്ക് കഴിഞ്ഞു, യുവജന സംഘടനകൾക്ക് കഴിഞ്ഞു. ദുരന്തമുഖത്ത് നിൽക്കുമ്പോഴും സംസ്ഥാനത്തെ അവഗണിക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.